വചനമൊഴി ഡിസംബർ 22. വചനഭാഗം ഗലാത്തി 3:15-20, യോഹന്നാന്റെ സുവിശേഷം 7:37-42. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ സുവിശേഷവും ലേഖനവും പങ്കുവയ്ക്കുന്നത് മിശിഹായുടെ മനുഷ്യാവതാരം വിശുദ്ധ ലിഖിതമനുസരിച്ചാണ്. പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നതിന്റെ പൂർത്തീകരണമാണ് മിശിഹ എന്ന് പറയുന്നതാണ്. സുവിശേഷത്തിൽ നാം കാണുന്നു, യഹൂദന്മാരുടെ ഇടയിൽ മിശിഹായെ കുറിച്ചുള്ള ചർച്ചയാണ്. ഈശോയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ്, ഇവൻ മിശിഹായാണ്. എന്നാൽ ചിലർ ചോദിച്ചു, മിശിഹ ഗലീലിയയിൽ നിന്നാണോ വരിക? മിശിഹ ദാവീദിന്റെ സന്താന പരമ്പരയിൽ നിന്ന് വരുമെന്നും ദാവീദിന്റെ ഗ്രാമമായ ബേത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? മിക്ക പ്രവാചകൻ പ്രവചിച്ചിരുന്നതുപോലെ ദാവീദിന്റെ വംശത്തിൽ ബേത്ലഹേമിലാണ് മിശിഹ മനുഷ്യനായി അവതരിച്ചത്. ദാവീദിന്റെ വംശത്തിൽ ബേത്ലഹേമിൽ പിറന്ന മിശിഹ പ്രവാചക വചനങ്ങളുടെ പൂർത്തീകരണമാണ്. മിശിഹായിൽ വിശ്വസിക്കുന്നവന് എന്ത് ലഭിക്കും എന്ന കാര്യം കൂടി ഇന്നത്തെ സുവിശേഷ ഭാഗം പറയുന്നു. അവനിൽ വിശ്വസിക്കുന്നവനിൽ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. കാരണം മിശിഹായാണ് ജീവജലത്തിന്റെ ഉറവിടം. മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയിലൂടെ, സഭയിലൂടെ ഇന്നും ജീവജലം നൽകപ്പെടുന്നു. ജീവജലത്തിന്റെ അരൂപി എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാരൂപിയാണ്. ഈശോയിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുന്ന പരിശുദ്ധാരൂപിയാണ് എന്നും തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെയും മിശിഹ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണെന്നും അബ്രാഹത്തിന് നൽകപ്പെട്ട വാഗ്ദാനത്തിൽ അബ്രാഹത്തിനും അവന്റെ സന്തതിക്കും എന്ന് തിരുവചനം പറയുന്നത് മിശിഹായെ ഉദ്ദേശിച്ചാണ്. മിശിഹായാണ് അബ്രാഹത്തിന്റെ സന്തതി എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അബ്രാഹത്തിന്റെ സന്തതിയായി മിശിഹ വന്നു പിറന്നു. മിശിഹായിലൂടെ രക്ഷ സാധ്യമാകുന്നു. മിശിഹായുടെ മനുഷ്യാവതാരത്തെ ഏറ്റവും അടുത്ത് ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ പഴയ നിയമ പൂർത്തീകരണമായ മിശിഹായെ കണ്ടെത്തുവാനും മിശിഹായിലൂടെ നൽകപ്പെടുന്ന പരിശുദ്ധാരൂപിയെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുന്നതിനും പ്രത്യാശയോടെ വ്യാപരിക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.